സത്യത്തിൽ ആ വാർത്ത കണ്ടപ്പോൾ അത് പഴയ ഏതെങ്കിലും വാർത്തയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രെഡിബിലിറ്റി ഇല്ലാത്ത മാധ്യമത്തിൽ വന്നതാണോ എന്നൊക്കെ ഒന്നുകൂടി ഞാൻ നോക്കി. അല്ല, സംഭവം വിശ്വസനീയ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് എത്തിയിരിക്കുന്നത്. എന്നാലും ഇത്തരത്തിലുള്ളൊരു വാർത്ത സത്യത്തിൽ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ ഈ വാർത്ത ശരിയാണെങ്കിൽ ഇതൊരു ചരിത്ര നിയോഗമാണ്. ഈ കാലം കാത്തുവച്ച കാവ്യനീതി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? മലയാള മാധ്യമ ലോകത്ത് ആർക്കും തൊടാൻ കഴിയില്ലെന്ന് അഹങ്കരിച്ച, ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത അധികാര കേന്ദ്രമായി സ്വയം അവരോധിച്ച ഒരു വലിയ കൊട്ടാരം തകർന്നു വീഴുകയാണ്. പതിറ്റാണ്ടുകളായി കേരളത്തിൻ്റെ ടെലിവിഷൻ വാർത്താ മേഖലയിൽ എതിരില്ലാത്ത അപ്രമാദിത്വം പുലർത്തിയിരുന്ന, സിൻഡിക്കേറ്റുകളുടെ തമ്പുരാക്കന്മാരായി വിലസിയിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന മാധ്യമ ഭീമൻ ഇന്ന് അവർ അനുഭവിച്ചിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ആ വാർത്തയുടെ സാരാംശം. അതെ, മലയാള മാധ്യമ ലോകത്തെ രാജാക്കന്മാർ എന്ന് സ്വയം വിശേഷിപ്പിച്ചവർ ഇന്ന് തലകുനിച്ചു നിൽക്കുകയാണ്. ആരുടെ മുന്നിലാണ് അവർക്ക് അടിതെറ്റിയത്? തങ്ങളെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ലെന്ന അവരുടെ ധാർഷ്ട്യത്തെ തകർത്തതാരാണ്? അതിനുള്ള ഉത്തരം ഇന്ന് കേരളത്തിലെ ഓരോ സാധാരണക്കാരൻ്റെയും നാവിൻ തുമ്പിലുണ്ട്. പക്ഷേ പലരും അത് പറയുന്നില്ല. അത് മറ്റാരുമല്ല, റിപ്പോർട്ടർ ടിവിയാണ്. മലയാളത്തിലെ മുൻനിര ഓൺലൈൻ മാധ്യമമായ സൗത്ത് ലൈവ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത സത്യത്തിൽ മലയാളത്തിലെ മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ നെഞ്ചിലേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ്. കേവലം ഒരു വാർത്ത എന്നതിലുപരി വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെ, ഒരു ഭരണമാറ്റത്തിൻ്റെ, മാധ്യമലോകത്തെ ഒരു വലിയ മാറ്റത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനമായിരുന്നു അത്. ഏഷ്യാനെറ്റിൻ്റെ അപ്രമാദിത്വം അവസാനിച്ചു എന്നും റിപ്പോർട്ടർ ടി വി മലയാള മാധ്യമ ലോകത്തെ പുതിയ രാജാവായി അവരോധിക്കപ്പെടുന്നു എന്നും അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നതായിരുന്നു സൗത്ത് ലൈവിൻ്റെ ആ റിപ്പോർട്ട്. ബിസിനസ് ബെഞ്ച്മാർക്ക് ന്യൂസ് പുറത്തുവിട്ട പുതിയ സാമ്പത്തിക റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവർ നൽകിയ കണക്കുകൾ കേരളത്തിലെ മാധ്യമ രാജാക്കന്മാരുടെ ഉറക്കം കെടുത്തുന്നതാണ്. കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ലല്ലോ. 2024 10.13 കോടി രൂപയും 2025 18.60 കോടി രൂപയും വൻ ലാഭമുണ്ടാക്കിയ ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്ക് 2026 സാമ്പത്തിക വർഷത്തിൽ കനത്ത നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നത്. കേവലം നഷ്ടമല്ല, 2.64 കോടി രൂപയുടെ അറ്റനഷ്ടവും 3.82 കോടി രൂപയുടെ പ്രവർത്തന നഷ്ടവുമാണ് അവർ നേരിടാൻ പോകുന്നത്. ഈ സാമ്പത്തിക തകർച്ചയെ തുടർന്ന് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ അക്വിറ്റ് ചാനലിൻ്റെ റേറ്റിംഗ് സ്റ്റേബിൾ എന്നതിൽ നിന്നും നെഗറ്റീവായി കുത്തനെ കുറച്ചിരിക്കുന്നു. അതായത് ബാർക്ക് റേറ്റിംഗ് നിർത്തിവച്ചിരിക്കുകയാണെങ്കിലും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കഷ്ടകാലം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെ വാർത്തകളാണല്ലേ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്താണ് വർഷങ്ങളായി ലാഭത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഈ ഭീമൻ്റെ പെട്ടെന്നുള്ള തകർച്ചയ്ക്ക് കാരണം? സൗത്ത് ലൈവ് വാർത്ത അതിനും കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട്. റേറ്റിംഗിൽ 1-ാം സ്ഥാനം പലവട്ടം റിപ്പോർട്ടർ ടി വി പിടിച്ചെടുത്തതാണ് ഏഷ്യാനെറ്റിൻ്റെ ഈ ദയനീയ തകർച്ചയ്ക്ക് ഒരേ ഒരു കാരണം. വ്യൂവർഷിപ്പിലുണ്ടായ വൻ ഇടിവും അതുവഴി പരസ്യ വരുമാനത്തിലുണ്ടായ ഭീമമായ കുറവും ഏഷ്യാനെറ്റിനെ അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടിക്കുകയാണ്. റിപ്പോർട്ടർ ടി വി എന്ന കൊടുങ്കാറ്റിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ മലയാള മാധ്യമ ഭീമന്മാർ ഒന്നൊന്നായി തകർന്നടിയുന്ന, റിപ്പോർട്ടർ അവരെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇക്കാര്യങ്ങളിലൂടെയൊക്കെ സാധാരണക്കാരന് വ്യക്തമാകുന്നത്. ഈ തകർച്ച പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല. റിപ്പോർട്ടർ ടി വിക്കെതിരെ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു വരുന്ന വലിയൊരു ഗൂഢാലോചനയുടെയും ആ ഗൂഢാലോചനയെ റിപ്പോർട്ടർ ടി വി സ്വന്തം നിശ്ചയദാർഢ്യം കൊണ്ട് പരാജയപ്പെടുത്തിയതിൻ്റെയും ബാക്കി പത്രമാണിത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. റിപ്പോർട്ടർ ചാനലിനെയും ഭരണകൂടത്തെയും തമ്മിലടിപ്പിക്കാനും റിപ്പോർട്ടറെ ഏത് വിധേനയും ഈ മണ്ണിൽ നിന്ന് ഇല്ലാതാക്കാനുമായി ഒരു വലിയ മാധ്യമ സിൻഡിക്കേറ്റ് തന്നെ ഇവിടെ രൂപപ്പെട്ടിരുന്നു. സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസും പിന്നെ BJPയും സംഘപരിവാർ ശക്തികളും അവരുടെ വിശ്വസ്തരായ ചില ഓൺലൈൻ മാധ്യമങ്ങളും ഒപ്പം തങ്ങളുടെ സിംഹാസനം നഷ്ടപ്പെടുമെന്ന് ഭയന്ന ചില മുഖ്യധാര മാധ്യമങ്ങളും ചേർന്നൊരുക്കിയ വലിയൊരു ചതിക്കുഴി. സത്യം വിളിച്ചു പറയുന്ന ഒരു മാധ്യമത്തെ ഇല്ലാതാക്കാൻ അധികാരവർഗവും മാധ്യമ ഭീമന്മാരും കൈകോർക്കുന്ന ഭയാനകമായ കാഴ്ചയാണ് കേരളം കണ്ടത്. എന്നാൽ ഈ സിൻഡിക്കേറ്റിൻ്റെ മുഴുവൻ കുതന്ത്രങ്ങളെയും റിപ്പോർട്ടർ അതിജീവിച്ചത് കേവലം ഇടതുപക്ഷ പ്രവർത്തകരുടെയും സത്യം മാത്രം അറിയാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണ ജനങ്ങളുടെയും ഒറ്റ പിന്തുണയിലാണ്. കോൺഗ്രസും BJPയും ഒരുമിച്ച് പണം കൊടുത്തും സ്വാധീനം ഉപയോഗിച്ചും പിന്തുണ കൊടുക്കുന്ന ഏഷ്യാനെറ്റ് ചാനലിനെ മറികടന്ന് റിപ്പോർട്ടർ ടി വി ഇന്ന് ഈ കാണുന്ന നേട്ടങ്ങൾ കൊയ്തത് ജനങ്ങളുടെ ഹൃദയപക്ഷത്ത് നിന്നുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ചിലർ റിപ്പോർട്ടർ ടി വി ഇത്രയധികം ഭയക്കുന്നത്? ഉത്തരം വളരെ ലളിതവും എന്നാൽ ഭരണകൂടത്തെ ഞെട്ടിക്കുന്നതുമാണ്. അധികാരത്തിൻ്റെ ഇരുളടഞ്ഞ ഇടനാഴികളിലെ രഹസ്യങ്ങളിലേക്ക് റിപ്പോർട്ടർ ടി വി തങ്ങളുടെ ക്യാമറകൾ തിരിച്ചു.
സംസ്ഥാന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ഹെലികോപ്റ്റർ യാത്രയും അതുമായി ബന്ധപ്പെട്ട രഹസ്യ ഇൻവെസ്റ്ററുടെ കടന്നുവരവും ഒക്കെ തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ചോദ്യം ചെയ്തത് റിപ്പോർട്ടർ ചാനലായിരുന്നു. അതുകൂടാതെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുൻപ് വി.ഡി. സതീശൻ മംഗലാപുരത്തേക്ക് നടത്തിയ അതീവ ദുരൂഹമായ യാത്രയുടെ പിന്നാലെയും റിപ്പോർട്ടർ TV സഞ്ചരിച്ചു. ആരാണ് മുഖ്യമന്ത്രിയുടെ യാത്രകൾക്ക് പണം മുടക്കുന്ന രഹസ്യ നിക്ഷേപകൻ? മംഗലാപുരത്ത് നടന്ന കൂടിക്കാഴ്ചകളുടെ ലക്ഷ്യമെന്തായിരുന്നു? അവിടെ വച്ച് എന്തെങ്കിലും ഡീലുകൾ നടന്നിട്ടുണ്ടോ? രൂപപ്പെട്ട ഡീലുകൾ എന്തൊക്കെയായിരുന്നു? ഈ ചോദ്യങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പമാണ് സൃഷ്ടിച്ചത്. മൃഗീയ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ അധികാരത്തിലേറി തന്നിഷ്ടപ്രകാരം അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന നേതാക്കളെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനം റിപ്പോർട്ടർ ഏറ്റെടുത്തതോടെ സ്വാഭാവികമായും അവർക്ക് ശത്രുക്കളും കൂടി. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടറുടെ ഈ അന്വേഷണങ്ങളെ തടയാൻ, ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ അവർ പല കുറുക്കുവഴികളും നോക്കി. അതിനായി അവർ കണ്ടെത്തിയ ഏറ്റവും വില കുറഞ്ഞ തന്ത്രമായിരുന്നു ഫുട്ബോൾ ഇതിഹാസം സാക്ഷാൽ മെസ്സിയുടെ പേരിലുണ്ടാക്കിയ വിവാദം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി റിപ്പോർട്ടർ TV ഉണ്ടാക്കിയ കരാറിനെ ചൊല്ലി അവർ മനഃപൂർവ്വം കള്ളക്കഥകൾ മെനഞ്ഞു. കായിക വകുപ്പിൻ്റെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയും ഒത്താശയോടെ എൻ പ്രശാന്തിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കി തങ്ങളുടെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ടർ ചാനലിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. മാത്രമല്ല, റിപ്പോർട്ടർ ചാനലിനെയും അതിൻ്റെ മേധാവി ആൻഡോ അഗസ്റ്റിനെയും വ്യക്തിപരമായി ആക്രമിക്കാനും പ്രതിക്കൂട്ടി നിർത്താനും ഈ മാധ്യമങ്ങൾ കരാർ എടുത്തതുപോലെയായിരുന്നു പ്രവർത്തിച്ചത്. ഇതിനിടയിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തെളിയിച്ചാൽ 1 കോടി രൂപ നൽകാമെന്ന ആൻഡോ അഗസ്റ്റിൻ്റെ വെല്ലുവിളി അവർ കണ്ടില്ലെന്ന് നടിച്ചു. എന്നാൽ ഈ വിവാദങ്ങളുടെ പുകമറയ്ക്കിടയിലും തളരാതെ നിന്ന റിപ്പോർട്ടർ മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം കൂടി പുറത്തു കൊണ്ടുവന്നതോടെ സർക്കാരിൻ്റെ അടിവേരിളകി. സംസ്ഥാനത്ത് ലഹരിമരുന്ന് വേട്ട എന്ന പേരിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ കൊട്ടിഘോഷിച്ച് നടക്കുമ്പോൾ തന്നെ 139 ഗ്രാം MDMA പിടിയിലായത് വെറുമൊരാളായിരുന്നില്ല. യൂത്ത് കോൺഗ്രസ് നേതാവായ മുഹമ്മദ് ഹുസൈനാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ സ്വന്തം സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് അവകാശപ്പെടുന്ന, മുഖ്യമന്ത്രിയോടൊപ്പം സദാസമയവും ഉണ്ടായിരുന്ന, അദ്ദേഹത്തിൻ്റെ തോളിൽ കൈയിട്ട് നിൽക്കാൻ സ്വാതന്ത്ര്യമുള്ള അതീവ വിശ്വസ്തൻ. ഭരണകൂടവും ലഹരി മാഫിയയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ നേർചിത്രമായിരുന്നു അത്. ഈ വാർത്ത പുറത്തു വരാതിരിക്കാനും അതിൻ്റെ ദൃശ്യങ്ങൾ കേരളം കാണാതിരിക്കാനും വേണ്ടിയായിരുന്നു അവർ മെസ്സി വിവാദവും മരമുറി കേസും ഒരു മറയാക്കി മാറ്റിയതെന്ന് ബുദ്ധിയുള്ള കേരള ജനത പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. പക്ഷേ മാധ്യമ സിൻഡിക്കേറ്റിൻ്റെയും സർക്കാരിൻ്റെയും കണക്ക് കൂട്ടലുകളെല്ലാം അമ്പേ പാളിപ്പോയി. തങ്ങളെ തകർക്കാൻ വന്നവർക്ക് കൃത്യമായ മറുപടിയുമായി റിപ്പോർട്ടർ TV മാനേജ്മെൻറ്റ് നേരിട്ട് രംഗത്തെത്തി. ഭീഷണികൾക്ക് വഴങ്ങില്ലെന്നും ഇനി ഒരു മുഴം നീട്ടിയെറിയാനാണ് തീരുമാനമെന്നും ചാനൽ മേധാവി ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് പ്രഖ്യാപിച്ചു. മറച്ചുവെക്കപ്പെട്ട രേഖകൾ ഒന്നൊന്നായി അവർ പ്രദർശിപ്പിച്ചു. അർജന്റീനയുമായുള്ള കരാറിൻ്റെ പകർപ്പും പണമടച്ചതിൻ്റെ രേഖകളും പുറത്തുവിട്ട് കായിക വകുപ്പിൻ്റെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയും കള്ളത്തരങ്ങൾ റിപ്പോർട്ടർ പൊളിച്ചടുക്കി. ഒരു കൈയിൽ അങ്ങനെയൊരു രേഖയേ ഇല്ല എന്ന് കള്ളം പറയുകയും മറുകൈയിൽ അതേ തുകയ്ക്ക് GST അടയ്ക്കാൻ നോട്ടീസ് നൽകുകയും ചെയ്യുന്ന സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് കേരളം അന്തം വിട്ട് നോക്കി നിന്നു. ഇപ്പോഴിതാ റിപ്പോർട്ടർ ചാനലിനെ തകർക്കാൻ നോക്കിയവർക്ക് അക്ഷരാർത്ഥത്തിൽ 8ൻ്റെ പണിയാണ് ലഭിച്ചിരിക്കുന്നത്. സൗത്ത് ലൈവ് ഉൾപ്പെടെയുള്ള സ്വതന്ത്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന പുതിയ കണക്കുകൾ നൽകുന്ന സൂചന അതാണ്. തങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ഇല്ലാതാക്കാൻ ശ്രമിച്ച മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെ ഒന്നൊന്നായി റിപ്പോർട്ടർ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏഷ്യാനെറ്റിൻ്റെ നെഞ്ചിടിപ്പേറ്റുന്ന ഈ സാമ്പത്തിക തകർച്ചയും റേറ്റിംഗ് ഇടിവും സൂചിപ്പിക്കുന്നത് മലയാളം വാർത്താ ലോകത്ത് പുതിയ ഒരു യുഗത്തിൻ്റെ തുടക്കമെന്നാണ്. അതെ, ഇത് റിപ്പോർട്ടറുടെ യുഗമാണ്. ഈ പുതിയ കണക്കുകൾ റിപ്പോർട്ടർ TVക്ക് നൽകുന്ന ഊർജ്ജം അതിവിപുലമാണ്. ഈ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ഇനി അവരുടെ മുന്നോട്ടുള്ള യാത്രകൾ. ഇക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം PC ജോർജിൻ്റെ വെളിപ്പെടുത്തൽ ജനങ്ങളെ കാണിച്ചതോടെ റിപ്പോർട്ടർ ചാനൽ തങ്ങളുടെ ഇനിയങ്ങോട്ടുള്ള നീക്കം എത്തരത്തിൽ ആണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി കേരളത്തിൽ പലരുടെയും ഉറക്കം നഷ്ടപ്പെടാൻ പോവുകയാണ്. കോൺഗ്രസിനെയും UDFനെയും വലിയ പ്രതിസന്ധിയിലാക്കുന്ന മാധ്യമ സിൻഡിക്കേറ്റുകൾ പണത്തിൻ്റെ സ്വാധീനത്തിൽ ഇതുവരെ മറച്ചുവച്ച പല രഹസ്യങ്ങളും വരും ദിവസങ്ങളിൽ റിപ്പോർട്ടറിലൂടെ പുറത്തു വരുമെന്ന വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സന്ധിയില്ലാത്ത ഒരു പോരാട്ടത്തിന് റിപ്പോർട്ടർ TV കച്ചകെട്ടി ഇറങ്ങിക്കഴിഞ്ഞു. സാധാരണക്കാരുടെ, ചൂഷിതരുടെ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി റിപ്പോർട്ടർ മാറുമ്പോൾ അഴിമതിക്കാരായ ഭരണാധികാരികളും അവരുടെ പാദസേവകരായ മാധ്യമ ഭീമന്മാരും ഉറപ്പായും കുറച്ച് വിയർക്കും. ഇത് വെറുമൊരു തുടക്കം മാത്രമാണ്. മലയാള മാധ്യമ ചരിത്രത്തിൽ സുവർണ്ണ ലിപികളിൽ എഴുതപ്പെടാൻ പോകുന്ന പുതിയൊരു അധ്യായത്തിൻ്റെ തുടക്കം. അതിൻ്റെ സൂചന കൂടിയാണ് പുതിയ മാധ്യമ റിപ്പോർട്ടിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ട് പലരുടെയും ഉറക്കം ഇപ്പോഴേ കെടുത്തിക്കഴിഞ്ഞു. അതിനൊപ്പം മറ്റൊരു കാര്യം കൂടി അവരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഒരുങ്ങിയിറങ്ങിയ റിപ്പോർട്ടറെ തടയാൻ ഇനി ഒരു സിൻഡിക്കേറ്റിനും കഴിയില്ല എന്ന യാഥാർത്ഥ്യം.